കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ് ചോദ്യങ്ങളൊന്നുമല്ല. എന്താണേലും ഡാഡി ഇല്ലാത്തരം കാണിച്ച അവതാരികയാണ്. അതുപോലെ തന്നെ അത് കേട്ടിളിച്ചോണ്ടിരുന്ന രേണുസുതി. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ എന്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റി കുടിച്ചവർ പോലും എന്നെ ഒരു വിളിച്ചോ എന്നെ ഒരു കാണാനോ പച്ചയ്ക്ക് പറയാനേ എന്നെ അമ്മയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ അമ്മ പറഞ്ഞൊരു വോയിസ് ഉണ്ട് എന്റെ കൈ കടപ്പുണ്ട്, റെക്കോർഡ് കടപ്പുണ്ടെങ്കിൽ ഞാൻ വെക്കാം. കിച്ചു വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ചേച്ചിട്ട് പറഞ്ഞു വിളിക്കാന്നവൻ പറഞ്ഞെന്ന് പറഞ്ഞു, ഫോൺ വിളിക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചിരുന്നോ? ഒരു പ്രാവശ്യം ഞാൻ അറിഞ്ഞ സമയത്ത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം മിനിഞ്ഞാതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. മറ്റേ റീച്ചിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. കാരണം 2026 മാർച്ചിൽ നിർത്തിയ സംഭവമാണ്. ഞാൻ ഇടയ്ക്കും തലയ്ക്കും വല്ലപ്പോഴും തല കാണിച്ചിട്ട് വരുന്ന അല്ലാണ്ട് ഞാൻ റെഗുലർലി വീഡിയോ ഇടാറേ ഇല്ലായിരുന്നു. അപ്പം ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ ഇടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടണമെന്നല്ല, ഇടണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത്ര ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി നമ്മൾ ഈ ലെവലിൽ ഒന്ന് വന്നത്. അപ്പം വീഡിയോ ഒക്കെ ഇടാതെ ഇരുന്ന് ഈ ഒരു ചാനൽ കളയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ വെൽക്കം ബാക്ക്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കുറെ നാളായി കണ്ടിട്ട്. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് വിളിച്ചവർ എന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്യണം. പിന്നെ എന്താണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്താണ് പറയാനുള്ളത്, ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, പ്ലീസ് തരണം. പിന്നെ ആരുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഓവർ ജാടയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നുമല്ല, നമുക്ക് ഓവർ ജാടയൊന്നുമില്ല. ഞാൻ സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ്, ഇന്ന് രേണുസുതി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താണെങ്കിലും തുടങ്ങുമ്പോൾ രേണുവിനെ വെച്ച് തന്നെ തുടങ്ങാം. അപ്പൊ ആ ഇന്റർവ്യൂവിൽ കുറെ ദഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത് റീച്ചില്ല. ആശാത്തിക്ക് റീച്ച് ഇല്ലാത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓരോരോ കോൺട്രവേഴ്സി സൃഷ്ടിക്കുകയാണ് പതിവ്. അതിനകത്ത് തന്നെ കിച്ചുവിനെ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഇൻസ്റ്റയിലായിട്ട് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കിച്ചുവിനെ ഇട്ട് കൊടുത്തതായിട്ട് സംബന്ധിച്ച്. അപ്പം അങ്ങനെ കുറെ അധികം കാര്യങ്ങളും പിന്നെ കുറെ അധികം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആവശ്യമില്ലാതെ ഡ്രാഗ് ചെയ്യും. പിന്നെ ഇവരുടെ ഗർഭത്തിന്റെ കാര്യം അതൊക്കെ ഇവര് ഇതിനകത്ത് വന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും കൊത്തിപ്പൊക്കി. എടോ, ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഒരിക്കലും രേണുവിന് ഒരു അസുഖം ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. രണ്ടെണ്ണം പറയാനേ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് രേണു എന്താണ് ഏതാണെന്ന് രേണുവിന് തന്നെ ബോധമില്ല. രേണുവിന്റെ വീട്ടുകാർക്ക് അത്രയും പോലും ബോധമില്ല. എങ്ങനെ ഈ കൊച്ചിനോട് എങ്ങനെ എന്ത് കാര്യം പറഞ്ഞു കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്കായാലും പിന്നെ അവതാരികയുടെ ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും ഇത് ഒരു കാര്യം വ്യക്തമാണ്. നമുക്ക് ഒരു ഇതുപോലെ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ടിരിക്കും, അതാണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ വഷളായിട്ടിരിക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞിരിക്കും, ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് ഓപ്പോസിറ്റ് ചോദിക്കുന്ന ആളോട് പറയും. പക്ഷെ ഇവിടെ രണ്ടും കൂടെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചോദിച്ച ചോദ്യങ്ങളൊന്നുമല്ല. എന്നാണേലും ഡാഡി ഇല്ലാത്തരം കാണിച്ച അവതാരികയാണ്. അതുപോലെ തന്നെ അത് കേട്ടിളിച്ചോണ്ടിരുന്ന രേണുസുതി. നമുക്ക് 1 by 1 കാണാം. അപ്പൊ വെൽക്കം ബാക്ക്. രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ് അതിനെന്ത് പറയാം. രേണുസുതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണുസുതിയുടെ വീട്ടുകാര് രേണുസുതി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാര്, അങ്ങനെയാ. രേണുസുതിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ ഇടയിൽ വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞ ഞാൻ ഇമോഷണൽ ആവും. ഇവരിനകത്ത് ഇമോഷണൽ ആവുന്ന എനിക്ക് തോന്നിയില്ല. അഹങ്കാരത്തിന് കൈയും കാര്യം വെച്ചേനോ എന്ന് പറഞ്ഞ ഇതാണ് അഹങ്കാരത്തിന്. ദൈവം പോലും വിചാരിച്ചാൽ പോലും ഈ പെണ്ണുമ്പിളെ നന്നാക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാണ് 110% ഞാൻ പറയണം, ദൈവം ഈശ്വരൻ വിചാരിച്ചാൽ പോലും ഇവരെ നന്നാക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കാറ്റഗറി പെട്ട ഒരു അപൂർവ ഇനത്തിൽ അപൂർവമായിട്ടുള്ള ഒരു വസ്തുവാണ്, വസ്തുവല്ലല്ലോ, ഒരു ജീവിയാണ് രേണുസുതി എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ആരെന്ത് കൊടുത്തില്ലെന്നാ പറയുന്നത്. ഇത്രയും ഫെയിമിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കി. ശരി, ഞാൻ ഇവരുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്നതിന് ഞാൻ എന്താണ് ഇത് ഓർക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. നെഗറ്റീവിൽ അവിടെ ആണെങ്കിൽ അവർ കുറെ സമ്പാദിച്ച്, ശരി, എങ്ങനെയൊക്കെ വാട്ടെവർ എങ്ങനെയാണെങ്കിലും ഇനി അവർക്ക് ആരെന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. സായി ഒരു എന്താണ് AC വെച്ച് കൊടുത്തതിൽ കരഞ്ഞു മെഴുകി വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതോ ഇനി കിച്ചു ഒന്നും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അതോ ഇനിയും ഇതുപോലെ ആരിൽ നിന്നൊക്കെ എരഞ്ഞെരന്ന് വാങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഇവരെ ആരാണ് നികൃഷ്ടജീവി അത് മറ്റേ മറിച്ച് എന്ന് പറഞ്ഞു ഇവരുടെ വായിക്കിടക്കുന്ന നാക്കടക്കി വെക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂവിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഈ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ആവശ്യം എന്താണ്? ഇതുപോലെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കടന്ന് കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവർ ഇത് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത്രയും മാസങ്ങളായിട്ട് ഇവരിടുന്നത് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ എടുത്തിടിച്ച് റിയാക്ട് ചെയ്യുകയൊന്നുമില്ല, ചെയ്തിട്ടില്ല. ഇവർക്ക് ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ട് റീച്ചും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് പോകാം. നല്ല അടിപൊളിയായിട്ട് ഇവരുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല റീച്ച് വരും. പക്ഷെ അതിനകത്ത് എപ്പോഴും പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ് അവരിടുന്നത്. പിന്നെ പ്രാർത്ഥനയുടെ കാര്യങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞാണ് ഇവര് മുമ്പ് എന്താണ് ഈ ക്യാൻസർ ഫസ്റ്റ് കീമോയുടെ ഒക്കെ സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ എനിക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മാലാഖയായിട്ട് സുവിശേഷം പറയാൻ പോകണോന്നൊക്കെ. ഈ ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ഇവരാണോ ദൈവത്തിന് വേണ്ടി സംസാരിക്കാനും അവരുടെ എന്താണ് സുവിശേഷം പറയാനും പോകുന്നത്? ഈശ്വര അങ്ങോട്ടൊന്നും കയറി പോവരുത്, നിങ്ങൾക്ക് പറ്റിയ പണിയല്ലാതെ. ഇത്രയും കുശുമ്പും കുന്നായ്മ ഒക്കെ ആയിട്ട് ദൈവത്തിന്റെ സുവിശേഷം ഒന്നും പറയാനും നല്ല നടപ്പ് പറയാനൊന്നും പോവേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ആ അച്ഛനും കണക്കാണ്. അച്ഛന്റെ തോന്നിവാസങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്താണ്. ഇനി എന്തായാലും പറഞ്ഞോണ്ടെങ്കിൽ നമ്മൾ പോയി ഇനി സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. കിച്ചുവിന് എന്തും പറയാം. കിച്ചു എന്താണ് പറയുന്നത്? കിച്ചു സത്യത്തിൽ ഒന്നും പാടില്ല. കിച്ചു അങ്ങനെ വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവർ അഡ്ഡപടല മൂഞ്ചുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യം, സീരിയസ്ലി. കിച്ചു വന്നിട്ട് മിണ്ടായിരിക്കുവാണ്. കിച്ചു അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാണ്. അവന്റെ എന്താണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി. കിച്ചു ഇതിനും എത്ര ചൊറിഞ്ഞാലും കിച്ചു ഇതിനും ഒന്ന് മറുപടി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ അവനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവന്റെ ബിസിനസ് നമുക്ക് നെഗറ്റീവ് ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. അപ്പൊ നമുക്ക് അവിടെ ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെങ്ങാനും വന്ന് എന്തെങ്കിലും കിച്ചു വന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. അടുത്തത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിലും വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. എന്ത് പറയാനാണ് ഇതിനകത്ത് എന്താണ് എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ആ സംഭവമാണ് ഇവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇത് കുറെ അധികം ഇവരെന്നാണ്ട് ബിഗ് ബോസിൽ പോകുന്ന സമയത്തോ ഇവരെ മറ്റേ ഗർഭ കോൺട്രവേഴ്സി വന്ന സമയത്തോ അതിലിട്ട ഒരു തമ്പ് എടുത്ത് വെച്ചിട്ടാണ് വന്നത്. നമുക്ക് അറിയാം തമ്പ് ഉണ്ടായിരിക്കും. തമ്പ് ഈസ് എ നോട്ട് പ്രോമിസ്. അപ്പം തമ്പ് നമ്മൾ എന്താണ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇടുന്നതാണ്. അത് വെച്ചിട്ട് ഇതുമാതിരി നാറിയ ചോദ്യം ചോദിച്ച ചിത്ര അവതാരിക. അപ്പൊ ഈ അവതാരികയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്ന മുമ്പ് ഇന്ന ചോദ്യം ഞങ്ങൾ ചോദിക്കുമേ എന്ന് ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി പറയും. അപ്പം നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കും 10 പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരാ ചോദ്യം ചോദിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മകനായിട്ട് ഇവര് ഇതിന് ഉടനീളം പറഞ്ഞിട്ട് 11 വയസ്സ് മുതൽ ഞാൻ 5-6 വർഷം മകനെ പോലെ നോക്കിയതാണ്. സ്വന്തം വളർത്തുമകനാണ് വളർത്തുമകൻ. അപ്പം വളർത്തുമകന്റെ ഒരു കാര്യം ഈ ലെവലിൽ ഒരു പോർട്രേറ്റ് ചെയ്ത് വിടുമ്പോൾ ആരാണെങ്കിലും നല്ല 2 പെട കൊടുത്തു വിടാനേ ഇതാവുള്ളൂ. ഇത് ചിരിച്ചുകൊണ്ടാണ് ഇതിന് ആൻസർ കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്ത് തരം ഇതാണ്? നമുക്ക് ഇത് ശരിക്കും പറയുകയാണ് ഇതെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരും രേണു ആണെങ്കിലും ഈ ചോദ്യം ചോദിക്കുന്ന അവതാരികയാണ്. ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് ഇവർക്കും ആവശ്യം റീച്ചാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പൊറാട്ട് നാടകം. അത് അങ്ങനെ മാത്രം എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് മനസ്സിലാവും. റീച്ച് ദാരിദ്ര്യമായതുകൊണ്ട് അങ്ങനെ നടത്തുന്ന ഒരു നാടകം, പക്ക നാടകമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ എന്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റിക്കുടിച്ചവര് പോലും എന്നെ ഒരു വിളിച്ചോ എന്നെ ഒരു കാണാനോ, പച്ചയ്ക്ക് പറയാൻ ഞാൻ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാരെയും ഇല്ല എന്നെ ഒന്നും വിളിച്ചു തിരക്കാത്തതാണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാനിപ്പോ ആലോചിക്കും, ഇതാണ് ക്യാൻസറിന്റെ ചുരുക്കം. ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ആയ കാലത്ത് എന്റെ രക്തവും മാംസവും ഊറ്റിക്കുടിച്ചവർ പോലും വന്നിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നത്, എന്നെ സ്നേഹിച്ചവർ വന്നു. എന്താണ് ഈ രക്തവും മാംസവും ഊറ്റി കുടിച്ചെന്ന് പറഞ്ഞാല് എനിക്കത് എത്ര ആലോചിച്ചിട്ടും ആ ഒരു എന്താണ് ഇവര് മീൻ ചെയ്ത് ഇവരുടെ രക്തവും മാംസവും എങ്ങനെ ഊറ്റി കുടിക്കും? എന്താണ് അതിൽ ഉദ്ദേശിച്ചത്? അപ്പൊ നമ്മൾ ആരുമല്ല. ഇവര് സോഷ്യൽ മീഡിയ കൊണ്ടിടുന്ന സംഭവങ്ങള് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തു. പക്ഷെ രക്തവും മാംസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ദുബായ് ആ മേഖലയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ശരീരം ആരെങ്കിലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരറിയാതെയാണെങ്കിൽ ഇവരുടെ തോന്നിവാസങ്ങൾ ഇതിനകത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാട്ടവർ അത് അവരുടെ കാര്യങ്ങളൊക്കെയാണ്. അതവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടിരിക്കട്ടെ അല്ലെ. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു അസുഖം ഇങ്ങനെ ആയ സ്ഥിതിക്ക് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് അവിടെ കിടക്കട്ടെ കേട്ടോ. ഇന്ന് വരെ എന്റെ നാക്ക് ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എന്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം 6 വിഷമം തീർക്കട്ടെ എന്ന്. 6 വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ്
എന്തിനാണ് ഇനി ഇതിന്റെ ഒരു കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെ കൊല്ലട്ടെ എന്ന് കോടതി. ഇവര് ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു കിച്ചു വിളിച്ചില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ കയ്യിൽ വോയിസ് ഉണ്ട്. കാരണം ഞാൻ ഈ സമയത്ത് കിച്ചുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചുവിന്റെ കൂട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. കിച്ചു ഇപ്പൊ പോകുന്ന ആ എന്താണ് ഒരു കൂട്ടരുണ്ടല്ലോ, ഒരു ലേഡിയുടെ ഒക്കെ കൂടെയാണല്ലോ ഇപ്പൊ കിച്ചുവിനെ ഒരു ഫാമിലിയുടെ കൂടെയാണല്ലോ എപ്പോഴും കാണുന്നത്. അവരെന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ രേണുസുധിയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ അമ്മ പറഞ്ഞൊരു വോയിസ് ഉണ്ട് എന്റെ കൈ കടപ്പുണ്ട്, റെക്കോർഡ് കടപ്പുണ്ടെങ്കിൽ ഞാൻ വെക്കാം. കിച്ചു വിളിച്ചിരുന്നു, അന്ന് രേണുവിന് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിച്ചു ഫോൺ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് നോണ പറയല്ലേ. കാരണം ഞാനടക്കം കുറെ അധികം വ്ളോഗേഴ്സിന്റെ കുറെ അധികം കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് നോണ പറയുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള വോയിസ് എടുത്തിട്ട് പുറത്ത് വിടും. ഞാൻ ഒരിക്കലും ഈ വോയിസ് ഒന്നും എടുത്ത് പുറത്ത് വിടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എനിക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ വോയിസ് എടുത്ത് പുറത്ത് വിടാൻ പറ്റുന്നു, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, ഇതുപോലത്തെ പച്ച നുണകൾ കാണുമ്പോഴത്തേക്ക് അറിയാതെ നമ്മൾ ചെയ്തു പോകുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. രേണുമായിട്ട് കണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതാണ് വിഷയം. അപ്പം ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കിച്ചു ഉറപ്പായിട്ടും വിളിച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോസ് ചെയ്തായിരുന്നു ഇൻസ്റ്റയിൽ. അത് ഏതാണ്ട് 4 lakhs സംതിങ് അങ്ങനെ കണ്ട് കിടന്ന് ഓടിയതാണ്. അങ്ങനെയാണ് കിച്ചുവിന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ ഫോൺ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും വന്ന് പറയാതിരിക്കുക. ആ വോയിസ് ഒന്ന് കേട്ട് നോക്ക് നിങ്ങള്. എങ്ങനെയുണ്ട് രേണുവിന്? ആരോഗ്യക്കുറവല്ലേ, അതാ 10-40 കിലോ അല്ലേ? വേറെ കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? അവൻ വന്നോ? അവൻ വരാത്തോണ്ട് അവക്ക് വിഷമമുണ്ടോ? ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞിരുന്നു, മോനെ നീ ഒന്ന് പോയി കാണണോന്ന് പറഞ്ഞിരുന്നു. എത്ര 2 ആഴ്ചക്ക് മുമ്പേ. അപ്പം ജയിച്ചിട്ട് പറഞ്ഞു വിളിക്കാന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു, ഫോൺ വിളിക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചിരുന്നോ? ഒരു പ്രാവശ്യം ഞാൻ അറിഞ്ഞ സമയത്ത് തന്നെയാ പറഞ്ഞേ. അവർക്ക് മേലായിരുന്നു, ഫോൺ എടുക്കാനും ഒന്നും മേല. അപ്പം പിന്നെ ചേച്ചി എടുത്തു വോയിസ് ഏതാണ്ട് വിട്ടെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് വിഷയങ്ങളുടെ കിടപ്പുവശം. അപ്പം വീഡിയോ നല്ല ലെങ്തി ആവുന്നുണ്ട്. അപ്പൊ 2 ഇന്റർവ്യൂ ആണ് രേണു ഇതിനെപ്പറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇത്ര പറയുള്ളൂ, ഇത് ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ കിച്ചുവിനെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എന്താണെന്നാലും ഇത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല. അപ്പം അടുത്തൊരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ. ബൈ.